ആശങ്കയിലാണ് ഗൾഫ് രാജ്യങ്ങൾ, അതീവ ജാഗ്രതയിലും. US-ഉം ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടു. മധ്യസ്ഥ രാജ്യമായ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബുദാബിയിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത്. മിസൈൽ ഷെൽ പതിച്ച് പാകിസ്ഥാൻ പൗരനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ വിമാനത്താവള ജീവനക്കാരനാണ് മരിച്ചത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. ടെർമിനൽ 3-ലാണ് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയും ആക്രമണം ഉണ്ടായത്. ആക്രമണങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തി. രാജ്യത്ത് ഡ്രോൺ പറത്തുന്നതിനും പാരാസ്ലൈഡിങ്ങിനും നിരോധനം ഏർപ്പെടുത്തി. ദുബായിലെ ബുർജ് അൽ അറബിന് നേരെയും ആക്രമണമുണ്ടായി. മിസൈൽ ഭാഗങ്ങൾ പതിച്ച് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ദുബായിലെ ജബൽ അലി തുറമുഖവും ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിൽ തുറമുഖത്തിന് തീപിടുത്തമുണ്ടായി. ദുബായിലെയും അബുദാബിയിലെയും ജനങ്ങൾ ഭീതിയിലാണ്. ദുബായിലും അബുദാബിയിലും ഉഗ്രസ്ഫോടന ശബ്ദം കേൾക്കുന്നതായാണ് റിപ്പോർട്ട്. ജനങ്ങൾക്ക് അധികൃതർ നിരന്തരം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. വീടുകൾക്ക് വെളിയിലിറങ്ങരുത്, ജനലുകൾക്ക് സമീപം നിൽക്കരുത്, ബാൽക്കണികളിൽ പോകരുത് തുടങ്ങിയ സന്ദേശങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. ഏറ്റവും ശക്തമായ ആക്രമണം UAE-ക്കും ബഹ്റിനും നേർക്കാണ് നടത്തുന്നത്. നിരവധി ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. UAE തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ ഉണ്ടാകൂ. ഓഫീസുകളുടെ പ്രവർത്തനവും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കുവൈറ്റിലും ഖത്തറിലും സൗദിയിലും ആക്രമണം തുടരുകയാണ്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ കനത്ത ഷെല്ലിംഗ് നടന്നു. ഖത്തറിന് നേരെ 63 മിസൈലുകളും 11 ഡ്രോണുകളുമാണ് ഇറാൻ അയച്ചത്. UAE-ക്ക് നേരെ 137 മിസൈലുകളും 209 ഡ്രോണുകളുമാണ് ആക്രമണം നടത്തിയത്. വ്യോമാതിർത്തികൾ അടച്ചതോടെ ആഗോള വ്യോമഗതാഗതം താറുമാറായി. ശനിയാഴ്ച മാത്രം ഇന്ത്യയിൽ നിന്നുള്ള 410 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഞായറാഴ്ച റദ്ദാക്കിയത് 444 വിമാനങ്ങളാണ്. ഖത്തർ വ്യോമപാത അടച്ചതോടെ ഖത്തർ എയർവേസ് എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു.